അടുത്തതായിട്ട് 61-ാമത്തെ ശ്ലോകം. സുധന്വാ ഖണ്ഡപരശുർദാരുണോ ദ്രവിണപ്രദഃ ദിവിസ്പൃക് സ്രവദൃഗ്വ്യാസോ വാചസ്പതിരയോനിജഃ. ഇതിലെ നാമങ്ങൾ സുധന്വാ ഖണ്ഡപരശു ദാരുണഃ ദ്രവിണപ്രദഃ ദിവിസ്പൃക് സർവദൃക് വ്യാസഃ വാചസ്പതി അയോനിജഃ. ഇങ്ങനെ 9 നാമങ്ങളാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ നാമം 572-ാമത്തെ നാമം സുധന്വ. സുധന്വ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം നല്ല വണ്ണമുള്ള, നല്ല രീതിയിലുള്ള ധനുസ് കൈവശമുള്ളവൻ, സുധന്വ. ഇത് വീണ്ടും നാരായണീയത്തിലെ രുദ്രനും നരനാരായണന്മാരും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഭാഷ്യകാരൻ പറയുന്നു, ദേവന്മാരുടെയും അസുരന്മാരുടെയും അമൃതിനു വേണ്ടിയുള്ള യുദ്ധത്തെ അവസാനിപ്പിക്കാൻ ഉതകിയ ധനുസ് കയ്യിലുള്ളവനായതിനാൽ ഭഗവാന് സുധന്വ എന്ന് നാമം. അമൃതിനു വേണ്ടിയുള്ള യുദ്ധമാണ് രുദ്രനും നരനാരായണന്മാരും തമ്മിലുള്ളത്. അപ്പോൾ ആ യുദ്ധത്തിനിടയിൽ ആ യുദ്ധത്തെ അവസാനിപ്പിക്കുന്ന രീതിയിൽ, ആ യുദ്ധത്തിനെ വേണ്ട രീതിയിൽ അവസാനിപ്പിക്കാൻ ഉതകിയ ധനുസ് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ നാരായണനെ കുറിച്ചാണ് പറയുന്നത്. നരനാരായണന്മാരിൽ നരനെയും നാരായണനെ കുറിച്ച് പറഞ്ഞു, ഇനി നരനെ കുറിച്ച് പറയണം. അപ്പോൾ അങ്ങനെ ദേവന്മാരുടെയും അസുരന്മാരുടെയും അമൃതിനു വേണ്ടിയുള്ള യുദ്ധത്തെ അവസാനിപ്പിക്കാൻ ഉതകി. ആ യുദ്ധത്തിൽ രുദ്രൻ ഇവര് ജയിക്കുകയും രുദ്രൻ ഇവരോട് ക്ഷമ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ ക്ഷമ പറയാനും ഒക്കെ ഉതകിയ ധനുസ് കയ്യിലുള്ളവൻ ആയതിനാൽ ഭഗവാന് സുധന്വ എന്ന് നാമം. തത്ര ദിവ്യം, മഹാഭാരതത്തിലെ തന്നെ ഒരു ഭാഗമാണിത്. തത്ര ദിവ്യം ധനുർദൃഷ്ട്വ നരസ്യ ഭഗവാനപി. നരന്റെ കയ്യിലുള്ള ആ ദിവ്യമായ ധനുസ് കണ്ട ഭഗവാനും, അത് നരനാരായണന്മാരെ കുറിച്ച് പറയണം. അപ്പൊ നരനാണ് ഇവിടെ ദിവ്യ ധനുസ് കയ്യിൽ വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ നരനാരായണ സ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത്. തുടർന്ന് പറയുന്നു, നരസ്തോ വരകടകാഗ്ര്യഭൂഷണൈ മഹേഷുഭി പരമപദം സമാവൃണോത്. മഹാഭാരതത്തിൽ തന്നെ പറയുന്നതാണ്. ആ നരനും ശ്രേഷ്ഠമായതും സ്വർണം കെട്ടിയതുമായ ഭൂഷണങ്ങളോടുകൂടിയ ശ്രേഷ്ഠങ്ങളായ അമ്പുകളെ കൊണ്ട് പരമപദമായ ആകാശത്തെ നന്നായി അലങ്കരിച്ചു. അതായത് നരൻ തൻ്റെ ഈ വില്ലുകൊണ്ട് തൊടുത്ത അമ്പുകളെ കൊണ്ട് ആകാശത്തെ അലങ്കരിച്ചു എന്ന് പറയാണ്. സ്വർണം കെട്ടിയ ഭൂഷണങ്ങളോടുകൂടിയ ശ്രേഷ്ഠങ്ങളായ അമ്പുകളെ കൊണ്ട് പരമപദമായ ആകാശത്തെ അലങ്കരിച്ചു. അപ്പോൾ ഭഗവാന്റെ കയ്യിലുള്ള ഈ അമ്പുകൊണ്ട്, ഈ വില്ലുകൊണ്ട് ഭഗവാൻ സ്വർണം കെട്ടിയിട്ട് നല്ല ഭൂഷണങ്ങളായി മനോഹരങ്ങളായിട്ടുള്ള അമ്പുകളെ ആകാശത്തിലേക്ക് അയക്കുകയും പിന്നീട് ആ ആകാശം ആ അമ്പുകളെ കൊണ്ട് വർണ്ണാഭമായി മനോഹരമായി തീരുകയും ചെയ്തു. അങ്ങനെയുള്ള വില്ല് കയ്യിലേന്തിയവൻ, നല്ല രീതിയിലുള്ള വില്ല് കയ്യിലേന്തിയവൻ എന്നുള്ള അർത്ഥത്തിൽ സുധന്വ എന്ന് നാമം. അടുത്ത നാമവും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഖണ്ഡപരശു. ഖണ്ഡപരശു എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ മഴു. ഖണ്ഡപരശുവോട് കൂടിയവൻ, ഖണ്ഡപരശുവിൻ്റെ രൂപത്തിൽ കൂടിയവൻ, മുറിഞ്ഞ മഴുവിൻ്റെ രൂപത്തിലുള്ളവൻ. ആരുടെയാണോ മഴു മുറിഞ്ഞിരിക്കുന്നത് അവൻ എന്നൊക്കെയാണ് ഖണ്ഡപരശു എന്നുള്ള നാമത്തിൻ്റെ അർത്ഥങ്ങൾ. ഭാഷ്യകാരൻ പറയുന്നു, തൻ്റെ മഴുവിനാൽ രുദ്രനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിനാൽ ഭഗവാന് ഖണ്ഡപരശു എന്ന് നാമം.
തുടർന്ന് മഹാഭാരതത്തിലെ ആ യുദ്ധത്തിൻ്റെ ആ ഭാഗം പറയാണ്. അഥ രുദ്രവിഘാതാർത്ഥം ഇഷീകാം നര ഉദ്ധരൻ മന്ത്രൈശ്ച സംയുയോജാശു സോഭവത് പരശുർമഹാൻ ക്ഷിപ്തശ്ച സഹസാ രുദ്രേ ഖണ്ഡനം പ്രാപ്തവാംസ്തദാ തതോഹം ഖണ്ഡപരശു തതഃ പരശുഖണ്ഡനാത്. അനന്തരം രുദ്രനെ സംഹരിക്കാനായി നരൻ ഒരു പുല്ല് പറിച്ചെടുക്കുകയും അത് മന്ത്രം തൊട്ട് ജപിച്ചപ്പോൾ ഒരു വലിയ മഴുവായി മാറുകയും ചെയ്തു. അത് ഉടനെ തന്നെ രുദ്രന് നേർക്കെറിയുകയും അത് കാരണം ആ മഴു മുറിഞ്ഞ് കഷ്ണമാകുകയും ചെയ്തു. അപ്രകാരം പരശു ഖണ്ഡമായതിനാൽ ഖണ്ഡപരശു എന്ന് നാമം. അപ്പം ഈ രുദ്രനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒരു ഭാഗം പറയാണ്. രുദ്രൻ ആ യുദ്ധത്തിൽ നരൻ കയ്യിൽ ആയുധമില്ലാതെ വരുന്ന സമയത്ത് ഒരു പുല്ല് പറിച്ചെടുത്ത് ആ പുല്ലിൽ മന്ത്രം തൊട്ട് ജപിച്ചു. തൽക്ഷണം ആ പുല്ല് ഒരു വലിയ മഹാപരശുവായി മാറി, വലിയൊരു മഴുവായി മാറി. അത് ആ ആയുധം ഉടനെ രുദ്രന്റെ നേർക്ക് പ്രയോഗിച്ചു. രുദ്രന്റെ നേർക്ക് പ്രയോഗിക്കുകയും ആ പ്രയോഗത്തോടു കൂടി അത് രുദ്രന്റെ തിരിച്ചുള്ള പ്രയോഗം മൂലം അത് 2 കഷണമാവുകയും ചെയ്തു. അതുകൊണ്ട് അത് ഖണ്ഡപരശുവായി മാറി, മുറിഞ്ഞ മഴുവായി മാറി. അതുകൊണ്ട് ഭഗവാന് ഖണ്ഡപരശു എന്ന് നാമം. അപ്പൊ ഇവിടെ ഭഗവാൻ ഒരു പുല്ല് എടുത്തിട്ടാണ് മഴുവായിട്ട് മാറ്റുന്നത്. അതായത് ഈ ഭഗവാന്റെ അവസാനത്തെ നാമം സർവപ്രഹരണായുധ എന്നുള്ളതാണ്. എന്തിനേയും പ്രഹരിക്കാൻ ഉള്ള ആയുധമാക്കി തീർക്കുന്നവൻ. അതായത് ആയുധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിഷയം, അത് എന്തുമാകാം. ആയുധം എന്ന് പറഞ്ഞാൽ പ്രഹരിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, നമ്മളെ രക്ഷിക്കുന്ന, നമ്മളുടെ ധർമ്മത്തിനുതകിയ നമ്മൾ ചെയ്യുന്ന എന്തും നമ്മളുടെ ആയുധമാണ്. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആയുധം എന്ന് പറയുന്നത് ക്യാമറയാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആയുധം എന്ന് പറയുന്നത് പേനയും പേപ്പറുമാണ്. സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശബ്ദം, വായ്പാട്ടാണെങ്കിൽ ശബ്ദം, മറ്റു ഉപകരണങ്ങളാണെങ്കിൽ ആ ഉപകരണങ്ങൾ ഏതാണോ അത്, ഓടക്കുഴലാണെങ്കിൽ അതാണ് അവരുടെ ആയുധം. അപ്പം ആയുധം എന്ന് പറഞ്ഞാൽ തൻ്റെ ധർമ്മം നിർവഹിക്കാൻ ഉതകുന്ന വസ്തുവാണ് ആയുധം. ഇവിടെ നരൻ ആയുധമാക്കിയെടുത്തത് ഒരു പുല്ലിനെയാണ്. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, നമ്മൾ മലയാളത്തിലും കേട്ടിട്ടുണ്ട്, വല്ലവന് പുല്ലും ആയുധം. ഒരു പക്ഷേ ആ ഒരു ചൊല്ല് ഈ വിഷ്ണു സഹസ്രനാമത്തിലെ ഈ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ഈ ഭാഗത്തു നിന്നോ വന്നതായിരിക്കാം. കാരണം സർവപ്രഹരണായുധ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്. എന്തും പ്രഹരിക്കാൻ ആയുധമാക്കി തീർക്കുന്നവൻ. വല്ലവൻ എന്നുള്ള വാക്കിന് ശ്രേഷ്ഠൻ, കേമൻ, തൻ്റെ ജോലിയിൽ വിദഗ്ധനായവൻ എന്നൊക്കെയാണ് അർത്ഥം. തൻ്റെ ജോലിയിൽ വിദഗ്ധനായിട്ടുള്ള ആൾക്ക്, താൻ എന്ത് ജോലി ചെയ്യുന്നോ അതിൽ വിദഗ്ധനായിട്ടുള്ള ആൾക്ക് ഭൂമിയിൽ ഉള്ള ഏതു വസ്തുവെ കൊണ്ടും തൻ്റെ ജോലി ചെയ്യാൻ സാധിക്കും. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുത്താണ് അയാളുടെ ധർമ്മമെങ്കിൽ അയാൾക്ക് എഴുതാൻ ഏറ്റവും വിലപ്പെട്ട പേനയും ഏറ്റവും വിലപ്പെട്ട പേപ്പറും ഒന്നും ആവശ്യമില്ല. ഇൻസ്പിരേഷൻ, പ്രതിഭ നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മുന്നിൽ എന്താണോ കിട്ടുന്നത് അത് വെച്ച് എഴുതാം. ഈ ലോകത്തിലെ മഹത്തായിട്ടുള്ള പല കൃതികളും ആദ്യം എഴുതിയിട്ടുള്ളത് ടിഷ്യൂ പേപ്പറിലും ഒക്കെയാണ്. അപ്പോൾ കഴിവുള്ളവന് തൻ്റെ മുമ്പിൽ എന്തുണ്ടോ, തൻ്റെ മുമ്പിൽ എന്ത് കിട്ടിയാലും അതിനെ തൻ്റെ മുന്നോട്ടേക്കുള്ള വഴിയിലേക്ക് ആയുധമാക്കി, ഉപകരണമാക്കി എടുക്കാനുള്ള ശക്തിയുണ്ട്. സത്യത്തിൽ ഈ ലോകത്ത് നമുക്ക് മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളതിനെ തിരിച്ചറിയണം എന്ന് മാത്രം. ഒരുപാട് കാര്യങ്ങളും
അനുഭവങ്ങളുമൊക്കെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ഒരു ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഉപകരണം നമ്മളുടെ കയ്യിൽ കിട്ടിക്കൊള്ളണം എന്നില്ല എപ്പോഴും. അപ്പം കിട്ടിയ ഉപകരണം വെച്ച് നമ്മളതിനെ ആ വിഷയത്തെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇവിടെ നരൻ ചെയ്തതും അങ്ങനെ തന്നെയാണ്. നരൻ്റെ കയ്യിൽ ആയുധമില്ല. നരൻ എന്ത് ചെയ്തു? ഒരു പുല്ല് പറിച്ചെടുത്തു, അതിനെ മഴുവാക്കി പ്രയോഗിച്ചു. പക്ഷെ ആ മഴു അത് 2 കഷ്ണമായി തീർന്നു. പ്രയോഗത്തിൻ്റെ ഒരു ഫലം ഒരു പക്ഷെ ആ മഴു കൊണ്ട് ലഭിച്ചില്ല. അത് വേണമെങ്കിൽ പരാജയപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ആ പരാജയം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു പൊൻതൂവലായി മാറി. അങ്ങനെ വിഷ്ണു സഹസ്രനാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമം ഭഗവാന്റെ ഈ മുറിഞ്ഞ മഴുവോട് കൂടിയതായി തീർന്നു. അപ്പോൾ അങ്ങനെ ഈ മുറിഞ്ഞ മഴുവോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഖണ്ഡപരശു എന്ന് നാമം. അടുത്ത 574 നാമം ദാരുണ. ദാരുണൻ എന്ന് പറഞ്ഞാൽ വധിക്കുന്നവൻ, ക്രൂരൻ എന്നൊക്കെയാണ് അർത്ഥം. ലോകത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ളയാൾ ഭഗവാൻ തന്നെയാണ്. നേരെ നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്, ലോകത്തിലെ ഏറ്റവും കാരുണ്യമുള്ളയാൾ, കാരുണ്യക്കടൽ ഭഗവാനാണ്. കൃപാസമുദ്രം ഭഗവാനാണ്. ഏറ്റവും ക്രൂരനായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ്, ഏറ്റവും ക്രൂരനായിട്ടുള്ളത്. അതുകൊണ്ട് ദാരുണ എന്ന് നാമം. പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ വേറൊരു രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇപ്രകാരം ഭഗവാൻ അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ നിഗ്രഹിക്കുന്നു എന്നതിനാൽ ദാരുണ എന്ന് നാമം. ഭഗവാന്റെ കൃപ നമ്മളിൽ എപ്പോഴാണോ വരുന്നത്, ഭഗവാന്റെ കൃപ എപ്പോഴാണോ നമ്മളിൽ വന്ന് പതിക്കുന്നത്, ഭഗവാൻ എപ്പോഴാണോ നമ്മളെ നോക്കുന്നത്, നമ്മൾ ഭഗവാന്റെ ദൃഷ്ടിയിൽ പെടുന്നത്, 2 കാര്യങ്ങൾ ഭഗവാൻ നിഗ്രഹിച്ച് കളയും. ഒന്ന് നമ്മളുടെ പുറത്തുള്ള ശത്രുക്കളെ, നമ്മളുടെ അകത്തുള്ള ശത്രുക്കളെ. എന്താണ് ശത്രുക്കൾ എന്ന് പറയുന്നത്? നമ്മുടെ പുറത്തുള്ള ശത്രുക്കൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ അകത്തുള്ള ശത്രുക്കൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ധർമ്മം ചെയ്യാനാണോ ഈ ലോകത്ത് വന്നിട്ടുള്ളത്, ആ ധർമ്മം സുഗമമായിട്ട് ചെയ്യുന്നതിനിടയിൽ അതിന് വിഘാതമാകുന്ന വസ്തുക്കളാണ് ശത്രുക്കൾ. അത് പുറമേ ഉള്ളവരായിരിക്കാം, അകത്തുള്ളവരായിരിക്കാം. പുറത്തുള്ളതാണെങ്കിലും ശരി, അകത്തുള്ളതാണെങ്കിലും ശരി, അത് നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കാം. ശത്രു എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ധർമ്മത്തിനെ, നമ്മളുടെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കാൻ നമ്മളെ പിന്തിരിപ്പിക്കുന്നത് എന്തും ശത്രുക്കളാണ്. അത് നമ്മൾക്ക് പ്രിയപ്പെട്ടതായിരിക്കാം. ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കില്ല. അകത്തുള്ളതാണെങ്കിലും ശരി, പുറത്തുള്ളതാണെങ്കിലും ശരി, ഭഗവാൻ ഇതിനെ 2നെയും നിഗ്രഹിക്കും. ഒരു ദയയും കൂടാതെ നിഗ്രഹിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ കയ്പേറിയ ഒരുപാട് അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയേക്കാം. പലപ്പോഴും ഭഗവാൻ അത് ചെയ്യുന്നത് നമ്മളുടെ സ്വധർമ്മത്തിൻ്റെ വിഘാതത്തിന് തടസ്സം നിൽക്കാൻ അവർ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം മോശം സാഹചര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയേക്കാം. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നിരവധി ചിന്തകളുണ്ട്, അതിനെയും നശിപ്പിച്ചേക്കാം. ഈ നാശം ഒക്കെ നമുക്ക് സംഭവിക്കുമ്പോൾ വളരെ വേദനാജനകമാണത്. നമുക്ക് പലപ്പോഴും നമ്മളിൽ നിന്ന് വിട്ടുപോവുകയും പറിച്ചെടുക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ വേദനയുളവാക്കുന്നതാണ്. ആ കാര്യത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നതിൽ ഭഗവാന് യാതൊരു തരത്തിലുള്ള ദയയും ഉണ്ടാകുകയില്ല. കാരണം ഭഗവാൻ നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളതും നമ്മളെ നിയോഗിച്ചിട്ടുള്ളതും ചില കാര്യങ്ങൾ ചെയ്യാനാണ്. ആ കാര്യങ്ങൾ സുഗമമായി ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിർദാക്ഷിണ്യം ഭഗവാൻ അത് നമ്മുടെ ശത്രുക്കളാണ്, അത് ഭഗവാൻ അറിയാം, നമുക്കറിയില്ലെങ്കിലും ഭഗവാൻ അറിയാം. ആ ശത്രുക്കളെ ഭഗവാൻ നിർദാക്ഷിണ്യം ഇല്ലാതാക്കും. അത് അകത്തുള്ളവയാണെങ്കിലും ശരി, പുറത്തുള്ളവയാണെങ്കിലും ശരി. അതുകൊണ്ട് ഭഗവാന് ദാരുണ എന്ന് നാമം.
അടുത്ത 575 നാമം ദ്രവിണപ്രദ. ഇത്രയും പറഞ്ഞത് നരനാരായണന്മാരെ കുറിച്ചാണ്. ഇനി വ്യാസനെ കുറിച്ചാണ് പറയുന്നത്, വേദവ്യാസനെ കുറിച്ച്. അഥ വ്യാസാവതാര, വ്യാസാവതാരത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. ആദ്യത്തെ നാമം ദ്രവിണപ്രദ. ഭാഷ്യകാരൻ പറയുന്നു, അനന്തരം വ്യാസാവതാരം സമഗ്രമായ ശാസ്ത്രവും അതിൻ്റെ അർത്ഥവും ആയ രൂപത്തോടു കൂടിയ ധനത്തെ കൊടുക്കുന്നു എന്നതിനാൽ ദ്രവിണപ്രദ എന്ന് നാമം. ദ്രവിണം എന്ന് പറഞ്ഞാൽ ധനം, സ്വർണം എന്നൊക്കെയാണ് അർത്ഥം. വില മതിക്കാനാവാത്തത്, സ്വത്ത്, ധനം, സ്വർണം, ഇതൊക്കെ ആണ് ദ്രവിണം. ദ്രവിണത്തെ പ്രദാനം ചെയ്യുന്നവൻ ദ്രവിണപ്രദ, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവൻ. വ്യാസാവതാരത്തിൽ എന്താണ് ദ്രവിണം എന്ന് പറയുന്നത്? സമഗ്രമായ ശാസ്ത്രം. ഈ ലോകത്ത് മഹർഷിമാര് പരമമായിട്ടുള്ള അറിവിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളാണ്, തന്നിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ശാസ്ത്രങ്ങൾ. നിരവധി ശാസ്ത്രങ്ങളുണ്ട്. ഇവിടെ ഭാരതീയ ശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ആധുനിക മോഡേൺ സയൻസിനെ കുറിച്ചല്ല, ആധ്യാത്മിക ശാസ്ത്രങ്ങളെക്കുറിച്ച്. 2 തരത്തിലാണ് ശാസ്ത്രങ്ങളെ വിഭജിച്ചിട്ടുള്ളത്: പരാവിദ്യ, അപരാവിദ്യ. അപരാവിദ്യ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ വിവിധ വസ്തുക്കളെ കുറിച്ചുള്ള ശാസ്ത്രങ്ങൾ, ജ്യോതിശാസ്ത്രം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ശാസ്ത്രങ്ങളിലോ പ്രപഞ്ചത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ, പല വിഷയങ്ങളെക്കുറിച്ച്, മനുഷ്യന് ഗുണമുള്ള ഈ ലോകത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രങ്ങളാണ് അപരാവിദ്യകൾ. പരാവിദ്യ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ അറിയാനുള്ള വിദ്യകൾ അടങ്ങുന്ന ശാസ്ത്രങ്ങളാണ്. ഇങ്ങനെ 2 തരത്തിലുള്ള വിദ്യകൾ. ഈ ശാസ്ത്രങ്ങളെ ഇങ്ങനെയുള്ള സമഗ്രമായ ശാസ്ത്രത്തെയും അതിൻ്റെ അർത്ഥത്തെയും, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കേവലം ശാസ്ത്ര പഠനം മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടതാണ്. ഒരാൾ ശാസ്ത്രം പഠിച്ച് മനസ്സിലാക്കുന്നത് പോലെയല്ല വേറൊരാൾ മനസ്സിലാക്കുക. രണ്ടും ഒരേ ശാസ്ത്രമായിരിക്കാം, പക്ഷെ രണ്ടിൽ നിന്നും 2 തരത്തിലുള്ള ആളുകൾ സ്വീകരിക്കുന്ന സത്ത് എന്ന് പറയുന്നത് 2 രീതിയിലായിരിക്കാം. കാരണം അവരവരുടെ വാസനകൾക്കനുസരിച്ച്. അപ്പോൾ ശാസ്ത്രം എന്നുള്ളത് ഒന്നായിരിക്കാം, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് അവരവരുടെ വാസനകൾക്കനുസരിച്ചായിരിക്കും. അപ്പോൾ ശാസ്ത്രത്തെയും അതിൻ്റെ അർത്ഥത്തെയും, ശാസ്ത്രവും അതിൻ്റെ അർത്ഥവുമാകുന്ന രൂപത്തോടു കൂടിയ ധനം, ഏറ്റവും വിലമതിക്കാനാകാത്ത ധനമാണ് ശാസ്ത്രം എന്ന് പറയുന്ന ധനം. ശാസ്ത്രം പഠിക്കുക, ശാസ്ത്രം മനസ്സിലാക്കുക എന്നിവ, ഇത് രണ്ടും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. വൈഷ്ണവ സമ്പ്രദായത്തിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നയാളാണ് സംഘർഷണൻ. സംഘർഷണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശാസ്ത്രം വായിക്കാൻ പറ്റുള്ളൂ. ശാസ്ത്രം നമ്മുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ സംഘർഷണ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന മൂർത്തിയാണ് സംഘർഷണൻ. ശാസ്ത്രത്തിൻ്റെ അർത്ഥത്തെ ബോധിപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രദ്യുമ്നൻ. ഇപ്പൊ കേവലം ശാസ്ത്രം പഠിച്ചിട്ട് കാര്യമില്ല. ശാസ്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് വെളിപ്പെടണം. അത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അത് ആദ്യം പറഞ്ഞതും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ശാസ്ത്രത്തിൻ്റെ അർത്ഥം അറിയണം എന്നുണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ടേ സാധിക്കുള്ളൂ. നമ്മളത് പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഗ്രന്ഥം മുഴുവൻ അറിയാം, നമുക്ക് ഭഗവത്ഗീത മുഴുവൻ കാണാപ്പാടറിയാം, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിലറിയേണ്ട ചില സത്തുകളുണ്ട്, അത് നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ശാസ്ത്രവും അതിൻ്റെ അർത്ഥവും കൂടിയ ധനം, അതൊരു ധനമാണ്. അത് നമുക്ക് വേറൊന്നുകൊണ്ടും കിട്ടില്ല. പണം കൊടുത്തത് കൊണ്ട് കിട്ടില്ല. അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. അതാണ് ഏറ്റവും പരമമായിട്ടുള്ള ധനം. ആ ധനത്തെ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ദ്രവിണപ്രദ എന്ന് നാമം.
വഹൻ വൈ വാമഹസ്തേന സർവശാസ്ത്രാർത്ഥ സഞ്ചയം ദക്ഷിണേന ച ശാസ്ത്രാർത്ഥാൻ ആദിശംശ്ച യഥാസ്ഥിതാൻ. വ്യാസന്റെ രൂപത്തെ പറയണം. എല്ലാ ശാസ്ത്രങ്ങളുടെ സമൂഹത്തെയും തൻ്റെ ഇടത് കൈയിലും അവയുടെ അർത്ഥത്തെ വലത് കൈയിലും പിടിച്ചുകൊണ്ട് ആ ശാസ്ത്രാർത്ഥത്തെ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ വ്യാസൻ എന്ന് ധ്യാനത്തിൽ. ഭഗവാൻ വ്യാസന്റെ ധ്യാനം ഇങ്ങനെയാണ്. ഇടത് കൈയിൽ ശാസ്ത്രത്തെ പിടിച്ചിരിക്കുകയാണ്, സകല ശാസ്ത്രത്തെയും. വലത് കൈയിൽ ആ ശാസ്ത്രത്തിൻ്റെ അർത്ഥത്തെയും. കാവ്യാത്മകമായിട്ടുള്ളൊരു ഭാവനയാണിത്. ഇടത് കൈയിൽ ശാസ്ത്രത്തെ പിടിച്ചിരിക്കുന്നു, വലത് കൈയിൽ ശാസ്ത്രത്തിൻ്റെ അർത്ഥത്തെ പിടിച്ചിരിക്കുന്നു. വീണ്ടും ഇത് എംഫസൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ശാസ്ത്ര പാണ്ഡിത്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ശാസ്ത്രത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നമ്മൾ ഒരു വേദിയിൽ മികച്ച ഒരു ശാസ്ത്ര ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കും. വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എന്തിനെക്കുറിച്ചും ഈ നമ്മുടെ ആ വാക്കുകൾ കൊണ്ട് കേട്ടിരിക്കുന്നവരെ പുളകം കൊള്ളിക്കാനും നമുക്ക് സാധിച്ചെന്ന് വരും. പക്ഷെ ശാസ്ത്രബോധം, ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് ആധ്യാത്മിക ശാസ്ത്രത്തെക്കുറിച്ചാണ്, അതിൻ്റെ ബോധം നമ്മളിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് ഈശ്വരാനുഗ്രഹം തന്നെ വേണം. അത് വേറൊരു കാര്യമാണ്. ശാസ്ത്രം പഠിക്കലും ശാസ്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാകലും. അതുകൊണ്ടാണ് രണ്ട് കയ്യിൽ ഇത് പിടിച്ചിട്ടുള്ളത്. ഒന്ന് ശാസ്ത്രവും മറ്റത് ശാസ്ത്രത്തിൻ്റെ അർത്ഥവും. അങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അർത്ഥത്തെ ഇങ്ങനെ ശാസ്ത്രം സംസാരിച്ചു, അതായത് ശാസ്ത്രാർത്ഥം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു കയ്യിൽ ശാസ്ത്രവും അതിൻ്റെ അർത്ഥവും ഒരു കയ്യിൽ ശാസ്ത്രം പിടിക്കുന്നു, മറ്റേ കയ്യിൽ അതിൻ്റെ അർത്ഥം പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശാസ്ത്രത്തെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് വ്യാസന്റെ ധ്യാനം. അങ്ങനെയുള്ള വ്യാസൻ ആയിരിക്കുന്ന ഭഗവാനാണ് ദ്രവിണപ്രദ.